ഹലോ ചങ്ങായിമാരെ, അമീറാണ് കുന്നംകുളത്തങ്ങാടിയിൽ നിന്നും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നല്ലൊരു അടിച്ചാപ്പൊളി 2011 G4 വണ്ടിയുടെ വിശേഷങ്ങൾ പറയാനാണ്. നിങ്ങൾക്ക് ലോ ബഡ്ജറ്റ് വണ്ടികൾ ഇതിൽ കുറഞ്ഞത് വേറെ നമ്മളെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കില്ല. 2011 മുതലാണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. നല്ല അടിച്ചാപ്പൊളി ഈ കാണുന്ന സിൽക്കി ഗോൾഡ് കളറുള്ള നല്ല അടിച്ചാപ്പൊളി വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരുന്നത്. ചെങ്ങൈമര 2011 G4 നല്ല കിടിലൻ വണ്ടി, സിൽക്കി ഗോൾഡാണ്. ഇത് വണ്ടി നമ്മൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ടൈപ്പ് 4 ആക്കിയിട്ട് ഫുള്ളായിട്ട് പെയിൻറ് ചെയ്തിട്ടുള്ള ഈ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഗുരുവായൂർ RTOയിലേക്കാണ് ഈ വണ്ടിയുടെ NOC എടുത്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഫുള്ളായിട്ട് പെയിൻറ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബോഡി സ്റ്റിക്കർ, ക്രോം വർക്ക്, പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ 4 ടയറും ഒരു 90% ടയർ ഉണ്ട് ഇതിന്. ഇതിൻ്റെ ബാക്കിലോട്ടുള്ള വ്യൂ വരികയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളത് തന്നെയാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ചെയ്തിട്ടുള്ളത്. സ്കേർട്ടിങ്, ടൈലാമ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്താ വെച്ചാൽ എല്ലാം എടുത്ത് പ്രത്യേകിച്ച് പറയണ്ട. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ നല്ലൊരു ക്വാളിറ്റിയിലുള്ള വർക്കാണ്. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന സീറ്റ് വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കോഫി കളറും ഒരു ബ്ലാക്കും കൂടിയിട്ട് അതിലൊരു വൈറ്റ് സ്റ്റിച്ചിങ്ങും കൂടി കൊടുത്തിട്ട് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുള്ള ഷേപ്പാക്കി ചെയ്തിട്ടുള്ള സീറ്റ് വർക്കും ഉണ്ട്. ഡ്രൈവർ സൈഡിൻ്റെ അടുത്ത സീറ്റ് ആണെങ്കിൽ നമ്മൾ സീറ്റൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു ഫോർച്യൂണറിൻ്റെ സീറ്റിൻ്റെ ഒരു ലുക്കിലാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. തൈ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഇത് 2011 G4 ആണ് വണ്ടി. 2011 G4 ആണ് വണ്ടി. ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഡോർ പേഡൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റിയറിങ് നമ്മൾ 2012 G4ൻ്റെ എയർ ബാഗ് ഉള്ള സ്റ്റിയറിംഗ് വീൽ സെപ്പറേറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് വെച്ചിട്ടുണ്ട്. ഇഞ്ചൻ റൂമിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇഞ്ചനാണ്. ഏകദേശം ഒരു 2 ലക്ഷത്തിൻ്റെ അടുത്ത് ജെനുവിന് കിലോമീറ്റർ ആണ് ഇതിൽ ഓടിയിട്ടുള്ളത്. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ 2011 വണ്ടി ആകുമ്പോൾ നമ്മൾ ടൈപ്പ് 4 ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബോണറ്റ് കാര്യങ്ങളൊക്കെ മാറുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അപ്രോണൊക്കെയാണ് ഈ കാണിക്കാൻ പോകുന്നത്. അപ്രോണിൻ്റെ വീഡിയോ ആണ്. യാതൊരുവിധ ആക്സിഡൻറ്റ് കാര്യങ്ങളും ഇല്ല. ഒരു ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഇഞ്ചിൻ്റെ ഭാഗത്തു നിന്നില്ല. 2 സൈഡിൽ അപ്രോണും ഈ ഒരു പട്ടിയും കാര്യങ്ങളൊക്കെ ക്ലിയറാണ്. ബാറ്ററി നമ്മൾ പുതിയത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈപ്പ് 4 ആക്കിയതിൻ്റെ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. അല്ലാതെ മൊത്തത്തിൽ ഒരു വണ്ടി എടുത്ത് പറഞ്ഞാൽ നല്ല അടിച്ചാപ്പൊളി വണ്ടിയാണ്. 2011 G4 സിൽക്കി ഗോൾഡ് കളറുള്ള നല്ല അടിച്ചാപ്പൊളി. മേജർ ആക്സിഡൻറ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇഞ്ചിനും നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഇഞ്ചിൻ തന്നെയാണ്. കുന്നംകുളത്ത് വന്നാൽ നമുക്ക് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽ അറിയാം. ഓടിച്ചു നോക്കിയാലും വണ്ടിയുടെ കൂടുതലായിട്ട് പറയാൻ പറ്റും. എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 2011 വണ്ടിയാണ്. നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില 5,75,000 രൂപക്ക് കസ്റ്റമർ പേരിൽ ഈ വണ്ടി നമ്മൾ നമ്പറാക്കി കൊടുക്കും. പ്രത്യേകം പറഞ്ഞാൽ ഗുരുവായൂർ RTOയിലേക്ക് NOC എടുത്തിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് 5,75,000 രൂപയ്ക്ക് ടാക്സ് അടച്ചിട്ട് കസ്റ്റമർ പേരിൽ നമ്പറാക്കി കൊടുക്കും. ലോണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല, നമ്മൾ കൊടുക്കണില്ല. ലോണ് RC ബുക്കൊക്കെ വന്നതിന് ശേഷം നമ്മൾ പിന്നീട് ലോൺ കൊടുക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ നിലപാടിൽ നല്ലൊരു അടിച്ചാപ്പൊളി ലോ ബഡ്ജറ്റ് വണ്ടികൾക്ക് 5,75,000 രൂപക്ക് 2011 ടൈപ്പ് 4 ആക്കിയിട്ടുള്ള 2 ലക്ഷത്തിൻ്റെ ഉള്ളിൽ ഓടിയിട്ടുള്ള വണ്ടി ആവശ്യമുള്ളവർ കുന്നംകുളത്ത് കാർ ബസാറിൽ വന്നാൽ വണ്ടിയുടെ ഫുള്ള് ഡീറ്റെയിൽ നേരിട്ടിട്ട് വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടറിയാം.